1984 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അഖിലേന്ത്യാ തലത്തിൽ 2 സീറ്റിലാണ് ജയിച്ചത്. 2 സീറ്റാണ് അന്ന് BJPക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം BJPക്കോ ഹിന്ദുത്വത്തിനോ ഒരു സ്വാധീനവും ഇന്ത്യയിൽ ഇല്ലായിരുന്നു 1984 എന്നല്ല. മറിച്ച് ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ വേര് രാഷ്ട്രീയ സംഘടനയിലോ BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ അതിൻ്റെ ഭിന്നമായ മറ്റു തരം ആവിഷ്കാരങ്ങളിൽ വളരെ അക്രമോത്സുകമായി പ്രവർത്തിക്കുന്ന ബജറംഗ് ദൾ പോലെയോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയോ ഒക്കെയുള്ള സംഘടനകളിലൊന്നുമല്ല. അതിൻ്റെ വേര് കിടക്കുന്നത് ഇന്ത്യ എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് പല കാലങ്ങൾ കൊണ്ട് വികസിച്ചു വന്ന രൂപപ്പെട്ടു വന്ന ചില ഉത്തരങ്ങളിലാണ്. ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂതകാലത്തെയും ഇന്ത്യയുടെ ചരിത്രത്തെയും കുറിച്ചുള്ള ധാരണകളിലാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ വേരുകൾ. അവിടെ ചെന്ന് തൊടാതെ വാസ്തവത്തിൽ നമുക്ക് ഇതിനെ ആഴത്തിൽ മറികടക്കാനായിട്ട് കഴിയില്ല. തെരഞ്ഞെടുപ്പ് വിജയങ്ങളോ പരാജയങ്ങളോ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയാത്ത മട്ടിൽ ഇന്ത്യയുടെ ഭൂതകാലം വളരെ കൂടുതൽ ഹിന്ദുത്വത്തിൻ്റെ ആശയ സ്രോതസ്സായി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇത് എത്രത്തോളം നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയും, ഇതിനെ എത്രത്തോളം മറികടക്കാൻ കഴിയും എന്നത് വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ച് വെറുമൊരു വൈജ്ഞാനിക പ്രശ്നമല്ല. ഒരുപക്ഷെ ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികളെ, ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യപരിപാടി അതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലോകമെമ്പാടുമുള്ള ചരിത്രമെടുത്താൽ അവയുടെ വളർച്ചയിലും സാമൂഹിക സ്വാധീനത്തിൻ്റെ രൂപീകരണത്തിലുമെല്ലാം വളരെ നിർണായകമായ ഒരു പങ്ക് കലയുടെയും സാഹിത്യത്തിൻ്റെയും മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മലബാറിനെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഒക്കെ അത് വളരെ വ്യക്തവുമാണ്. അത്തരത്തിലൊരു പ്രയോജനപരമായ അംശത്തെ മാത്രം മുൻനിർത്തിയിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംസ്കാരത്തെ സവിശേഷമായി പരിഗണിക്കുന്നത്. പാർട്ടിക്ക് വളർച്ചയ്ക്ക് ഗുണകരമായ കുറേ പ്രവർത്തനങ്ങൾ സാംസ്കാരിക മേഖലയിൽ നടക്കുന്നല്ലോ എന്ന ഒരു തോന്നലിൻ്റെ പുറത്തല്ല സംസ്കാരം എന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പ്രധാനമായിരിക്കുന്നത്. മറിച്ച് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭൗതിക ശക്തികളിലൊന്ന് ആ സമൂഹത്തിൻ്റെ ആശയമണ്ഡലമാണ് എന്ന തിരിച്ചറിവിലാണ്. മാർസിൻ്റെ വളരെ പ്രസിദ്ധമായ പഴയൊരു വാക്യം, ഒരു ജനത ഒരാശയം ഏറ്റെടുത്താൽ പിന്നെ ഈ ആശയം ഒരു ഭൗതിക ശക്തിയാണ്, അത് വെറും ഒരാശയമല്ല എന്ന് അദ്ദേഹം വളരെ വളരെ മുമ്പ് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആശയങ്ങൾ ആളുകളുടെ തലയിൽ ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങളല്ല. ആശയങ്ങൾ പണ്ഡിതന്മാരായ ആളുകൾ ആലോചിച്ചുണ്ടാക്കുകയും അവർ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന കാര്യങ്ങളല്ല. ആശയങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക ശക്തി രൂപങ്ങൾ തന്നെയാണ്. യന്ത്രങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൗതിക സാമഗ്രികളെ പോലെയോ പ്രവർത്തനശേഷിയുള്ള ഭൗതിക ശക്തികളാണ് ആശയങ്ങൾ. അതൊരു ജനതയ്ക്കിടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എന്നത് ആശയലോകത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകമായ, മാർക്സിസ്റ്റുകളുടെ പ്രത്യേകമായ ഒരു വീക്ഷണമാണ്. അത് മാർക്സിസ്റ്റുകൾക്ക് മാത്രം ബാധകമല്ല. ലോകമെമ്പാടും തന്നെ ആശയവ്യവസ്ഥകളുടെ രൂപീകരണത്തിന് അത്തരത്തിൽ വലിയ പങ്കുണ്ട്. മതങ്ങളുടെ ചരിത്രമാകട്ടെ, ദേശീയതയുടെ ചരിത്രമാകട്ടെ, ഒക്കെ എങ്ങനെയാണ് ഒരാശയം ജനങ്ങളെ കൂട്ടിയിണക്കുകയും നിർണായകമായ ശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാനല്ല മുതിരുന്നത്. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ മേഖല എന്നത് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികതയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാളായി മാറി അന്റോണിയോ ഗ്രാംഷി. സംസ്കാരം എന്നത് ഒരു സമൂഹത്തെ സംബന്ധിക്കുന്ന സുപ്രധാനമായ സമരമുഖമാണെന്നും ഒരു സാമൂഹ്യ വിഭാഗത്തിന് ഒരു സമൂഹത്തിൽ ആധിപത്യം ലഭിക്കുന്നത് ഭരണകൂടപരമായ ആധിപത്യം കൊണ്ട് മാത്രമല്ല, സർക്കാർ നിയന്ത്രിക്കാനും പോലീസിനെയും പട്ടാളത്തെയും ഒക്കെ കൈകാര്യം ചെയ്യാനും ഒരു സാമൂഹ്യ വിഭാഗത്തിന് കൈവരുന്ന അധികാരം കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ ജനതയുടെ അവബോധത്തിൽ അവർക്ക് കൈവരുന്ന മേൽക്കൈ കൊണ്ടുകൂടിയാണ് ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗം സാമൂഹ്യ ആധിപത്യം കൈയാളുന്നത് എന്ന സുപ്രധാനമായ കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അത് ഫാഷിസത്തിൻ്റെ കാലത്താണ് അദ്ദേഹം ഇത്തരം ആലോചനകളിലേക്ക് കടന്നത്. ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അന്റോണിയോ ഗ്രാംഷി.
അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു, വലിയൊരു പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. ഇതൊക്കെ ആയിരിക്കെ തന്നെ അദ്ദേഹത്തെ തടവിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും 20 കൊല്ലത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് വളരെ വികസിതമായ ഒരു തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടായിരുന്ന, യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ വളരെ പ്രബലമായ ഒരു പാർട്ടി ഉണ്ടായിരുന്ന ഇറ്റലിയിലും അതിനേക്കാൾ പ്രബലമായ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും ട്രേഡ് യൂണിയൻ മൂവ്മെന്റും ഒക്കെ ഉണ്ടായിരുന്ന ജർമ്മനിയിലും ഒന്നാം ലോക യുദ്ധാനന്തരമുണ്ടായ സാമ്പത്തിക തകർച്ച, ആ സാമ്പത്തിക തകർച്ച ആ സമൂഹത്തെ വിപ്ലവപരമായി പുനഃസംഘടിപ്പിക്കുന്നതിലേക്ക് നയിക്കാതെ എന്തുകൊണ്ടാണ് ഫാഷിസത്തിലേക്ക് വഴിതിരിഞ്ഞു പോയത് എന്ന ഗൗരവപൂർവമായ ആലോചന ഗ്രാംഷി നടത്തുകയുണ്ടായി. സാധാരണ നിലയിൽ മാർക്സെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ലോക തൊഴിലാളി വർഗം ഏറ്റവും സംഘടിത ശക്തിയായി മാറിയ ജർമ്മനിയിലോ വ്യവസായ വിപ്ലവം പൂർത്തിയാക്കപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ വലിയ മുന്നോട്ട് പോക്ക് നടന്ന ഇംഗ്ലണ്ടിലോ ബ്രിട്ടനിലോ ഒക്കെ ആയിരിക്കും വിപ്ലവം ഒന്നാമതായി വരിക എന്നാണ്. അങ്ങനെയല്ല, റഷ്യയിലാണ് വിപ്ലവം വന്നത്. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ വിപ്ലവം നടന്നത്. ഒന്നാം ലോക യുദ്ധം ഉണ്ടാക്കിയ വളരെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ആ കാലുഷ്യം മുഴുവൻ ഏറ്റുവാങ്ങിയ ഒരു രാജ്യം എന്ന നിലയിലായിരുന്നു ജർമ്മനി നിലനിന്നിരുന്നത്. ജർമ്മനിയിലെ ഈ കാലുഷ്യം അവിടുത്തെ വളരെ സംഘടിതമായ, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സംഘടിതമായ തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടായിരുന്ന ഒരു സ്ഥലം 1920-കളിൽ ജർമ്മനിയാണ്. ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിലാണ് ആ പാർട്ടി അവിടെ നിലനിന്നിരുന്നത്. അത് ഒരു വലിയ സാമൂഹ്യ വിപ്ലവത്തിലേക്ക് എത്തിച്ചേരും എന്ന് 20-കളിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. 30-കളിലും ആ പ്രതീക്ഷ ശക്തമായിരുന്നു. 30-കൾ അക്കാലത്ത് യൂറോപ്പിൽ അറിയപ്പെട്ടത് തന്നെ പിങ്ക് 30s, ചുവന്നുകൊണ്ടിരിക്കുന്ന 30-കൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. സ്പാനിഷ് സിവിൽ വാർ നടക്കുന്നു. ഒന്നാം ലോക യുദ്ധം ഉണ്ടാക്കിയ കാലുഷ്യങ്ങൾ യൂറോപ്പിനെ ആകെ കലങ്ങി മറിയുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. സോവിയറ്റ് വിപ്ലവത്തിൻ്റെ ആവേശം യൂറോപ്പിലെമ്പാടും അലയടിക്കുന്നു. ഇതെല്ലാം ചേർന്ന് യൂറോപ്പ് ഉടനെ തന്നെ വിപ്ലവപരമായ ഒരു വൻ പരിവർത്തനത്തിലേക്ക് കടക്കുമെന്നും അതിൻ്റെ കേന്ദ്രമായി ജർമ്മനി മാറിത്തീരുമെന്നും ഒക്കെ 20-കളുടെ അവസാനവും 30-കളുടെ തുടക്കത്തിലും ഒക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ 30-കളുടെ പകുതിയോടെ ഹിറ്റ്ലർ അധികാരത്തിൽ വരികയും ഫാഷിസത്തിൻ്റെ തേർവാഴ്ച ആരംഭിക്കുകയും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് അത് എത്തിച്ചേരുകയും ഒക്കെയാണ് ചെയ്തത്. ഈ സന്ദർഭത്തിലാണ് ഗ്രാംഷി ജയിലിൽ കിടന്ന് പ്രത്യേക പഠനമൊന്നും കൂടാതെ തൻ്റെ സ്വന്തം ബോധ്യങ്ങളെ വെച്ചും തൻ്റെ ആ ധൈഷണികതയെ മുൻനിർത്തിയും ധാരാളം ആലോചനകൾ നടത്തുകയും അതിലൂടെ ഫാഷിസത്തിൻ്റെ രൂപപ്പെടലിനെ അടക്കം വിശദീകരിക്കാൻ പോന്ന വലിയ അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജയിൽ കുറിപ്പുകൾ, പ്രിസൺ നോട്ട് ബുക്സ് എന്ന പേരിൽ പ്രസിദ്ധമായ പഠനങ്ങളിൽ അദ്ദേഹം ഇക്കാര്യമൊക്കെ സമഗ്രമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതാകമാനം ഇവിടെ പറയാൻ മുതിരുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഭൗതികമായ ജീവിത പരിസരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് മാത്രമല്ല, ജനങ്ങളുടെ അവബോധത്തെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും കഴിയുക എന്നത് സാമൂഹ്യ പരിവർത്തനത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സംസ്കാരം എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് നാം സാമാന്യേന പറഞ്ഞു പോരുന്നത് കല, സാഹിത്യം അല്ലെങ്കിൽ വിജ്ഞാനം തുടങ്ങിയ മേഖലകളെ ആണെങ്കിലും ഗ്രാംഷി അതിനെ കുറെ കൂടി വിപുലമായ അർത്ഥത്തിലാണ് പരിഗണിച്ചിട്ടുള്ളത്. അദ്ദേഹം പരിഗണിച്ചത് മനുഷ്യരുടെ ആശയലോകം, മനുഷ്യർ ലോകത്തെ മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കാനും തങ്ങളെ തന്നെ വിശദീകരിക്കാനും തങ്ങളും മനുഷ്യരും ലോകവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചർച്ച ചെയ്യാനും ഒക്കെ ആശ്രയിക്കുന്ന ഒരു ചട്ടക്കൂടിനെയാണ് അദ്ദേഹം സംസ്കാരം എന്ന് വിളിച്ചത്, അല്ലാതെ കലയും സാഹിത്യവും എന്ന സാമാന്യ അർത്ഥത്തിലല്ല. അതുകൊണ്ട് ഈ ആശയലോകം ഓരോ വ്യക്തിയും തങ്ങളെയും ലോകത്തെയും സ്വയം തിരിച്ചറിയുന്ന വഴി, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ വച്ചു പുലർത്തുന്ന ധാരണകൾ, ഇതെല്ലാം ചേർന്ന സംസ്കാരത്തിൻ്റെ മണ്ഡലം ഗ്രാംഷിയെ സംബന്ധിച്ച് ഒരു സമുന്നതമായ വർഗസമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്ന കാഴ്ചപ്പാട് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. മാർക്സിസത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവായിട്ട് പലരും അതിനെ കാണാറുണ്ട്. ഗ്രാംഷി മുമ്പോട്ട് വെച്ച വീക്ഷണത്തെ കൾച്ചറൽ മാർക്സിസം എന്നുമൊക്കെ ചിലർ വിശേഷിപ്പിച്ചു പോരുന്നുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് അക്കാലം വരെ മനസ്സിലാക്കപ്പെട്ടിരുന്നത് പോലെ സാമൂഹ്യ ഉൽപാദനത്തിൻ്റെ ഒരു ഉപരിതലമായി ഒരു അനുബന്ധ മേഖലയായിട്ടല്ല കാണേണ്ടതെന്നും ചിലപ്പോഴൊക്കെ അതിന് സുപ്രധാനമായ സാമൂഹിക സ്വാധീനം കൈവരുമെന്നും ഉള്ള വലിയ ഊന്നൽ ഗ്രാംഷിയുടെ ആലോചനകളിൽ നിന്ന് ലോകമെമ്പാടുമുള്ള മാർക്സിസ്റ്റുകൾ സ്വീകരിച്ച പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ് ഇത്. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സഖാവ് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്
ഇന്ന് സംസ്കാരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഫാഷിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വേരാഴ്ത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിന്ന് പോരുന്നത് അതിൻ്റെ രാഷ്ട്രീയ രൂപങ്ങളിലോ അതിൻ്റെ സംഘടനാ ബലങ്ങളിലോ മാത്രമായിട്ടല്ല. രാഷ്ട്രീയമായി പരാജയപ്പെട്ടപ്പോഴും ഹിന്ദുത്വം ഇന്ത്യയിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. 1984 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അഖിലേന്ത്യാ തലത്തിൽ 2 സീറ്റിലാണ് ജയിച്ചത്. 2 സീറ്റാണ് അന്ന് BJPക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം BJPക്കോ ഹിന്ദുത്വത്തിനോ ഒരു സ്വാധീനവും ഇന്ത്യയിൽ ഇല്ലായിരുന്നു 1984 എന്നല്ല. മറിച്ച് ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ വേര് രാഷ്ട്രീയ സംഘടനയിലോ BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ അതിൻ്റെ ഭിന്നമായ മറ്റു തരം ആവിഷ്കാരങ്ങളിൽ വളരെ അക്രമോത്സുകമായി പ്രവർത്തിക്കുന്ന ബജറംഗ് ദൾ പോലെയോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയോ ഒക്കെയുള്ള സംഘടനകളിലൊന്നുമല്ല. അതിൻ്റെ വേര് കിടക്കുന്നത് ഇന്ത്യ എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് പല കാലങ്ങൾ കൊണ്ട് വികസിച്ചു വന്ന രൂപപ്പെട്ടു വന്ന ചില ഉത്തരങ്ങളിലാണ്. ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂതകാലത്തെയും ഇന്ത്യയുടെ ചരിത്രത്തെയും കുറിച്ചുള്ള ധാരണകളിലാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ വേരുകൾ. അവിടെ ചെന്ന് തൊടാതെ വാസ്തവത്തിൽ നമുക്ക് ഇതിനെ ആഴത്തിൽ മറികടക്കാനായിട്ട് കഴിയില്ല. തെരഞ്ഞെടുപ്പ് വിജയങ്ങളോ പരാജയങ്ങളോ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയാത്ത മട്ടിൽ ഇന്ത്യയുടെ ഭൂതകാലം വളരെ കൂടുതൽ ഹിന്ദുത്വത്തിൻ്റെ ആശയസ്രോതസ്സായി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇത് എത്രത്തോളം നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയും, ഇതിനെ എത്രത്തോളം മറികടക്കാൻ കഴിയും എന്നത് വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ച് വെറുമൊരു വൈജ്ഞാനിക പ്രശ്നമല്ല. ഒരുപക്ഷെ ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികളെ, ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യപരിപാടി അതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യയുടെ ആധുനിക ഇന്ത്യ എന്ന് നാം പറയുന്ന ഒരു കാഴ്ചപ്പാടും അതിൻ്റെ സാമൂഹ്യ സംവിധാനങ്ങളും രാഷ്ട്രരൂപവും ഒക്കെ നിലവിൽ വരുന്നതിനോടൊപ്പം തന്നെ വർഗീയമെന്ന് വിളിക്കാവുന്ന, പുറമേക്ക് വർഗീയമായി ചിലപ്പോഴൊന്നും അങ്ങനെ തെളിഞ്ഞു കണ്ടിട്ടില്ലെങ്കിലും വർഗീയതയുടെ ആശയസ്രോതസ്സായി മാറാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം വാസ്തവത്തിൽ നമ്മുടെ ദേശീയതാ സങ്കല്പത്തോടൊപ്പം ആധുനിക രാഷ്ട്ര സങ്കല്പത്തോടൊപ്പം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് വേണ്ട അളവിൽ അക്കാലത്തോ ഏതെങ്കിലും ഒരു കാലത്ത് തിരിച്ചറിയപ്പെട്ടോ എന്നതും സംശയമാണ്. കാരണം ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ ഇന്ത്യൻ ദേശീയത ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആശയമായി രൂപപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ആ ദേശീയതാ സങ്കല്പം മതവുമായി കെട്ടുപിണയാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ബങ്കിംചന്ദ്ര ചാറ്റർജിയെ പോലുള്ള അക്കാലത്തെ വലിയ എഴുത്തുകാർ, അവരാണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രതീക ഗാനമായി മാറിയ വന്ദേമാതരമൊക്കെ എഴുതുകയും ആനന്ദമഠം എന്ന നോവൽ എഴുതുകയും അത് ഇന്ത്യൻ ദേശീയതയുടെ ഒരു സാംസ്കാരിക നിക്ഷേപമായി വലിയ തോതിൽ കൊണ്ടാടപ്പെടുകയും ചെയ്തു. ആ കൃതി മുതൽക്ക് ഇങ്ങോട്ട് ഏതാണ്ട് 1920-കൾ വരെയുള്ള ഒരു 3-3.5 പതിറ്റാണ്ട് കാലത്തെ ഇന്ത്യൻ ദേശീയതയുടെ ഭാവന അടിസ്ഥാനപരമായി മതപരമായിരുന്നു. നമ്മളത് അങ്ങനെയൊന്നും തിരിച്ചറിയാറില്ല. ഇപ്പോൾ ബാലഗംഗാധര തിലകനെ പോലെ ഒരാൾ എടുത്താൽ തിലകൻ അടിസ്ഥാനപരമായി എല്ലാ തരത്തിലുള്ള നവോത്ഥാന ശ്രമങ്ങൾക്കും പരിഷ്കരണ ശ്രമങ്ങൾക്കും എതിരായിരുന്നു. ഒരു യാഥാസ്ഥിതിക ഹിന്ദുവായി നിലയുറപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതായിരുന്നു തിലകൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം ബാലികാ വിവാഹം നിരോധിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായിരുന്നു, വിധവാ വിവാഹത്തിനെതിരായിരുന്നു, അയിത്തോച്ചാടനത്തിന് വേണ്ടിയുള്ള സമരങ്ങൾക്കെതിരായിരുന്നു. ഇതെല്ലാം തന്നെ ഹിന്ദു മതത്തെ അകമേ ഭിന്നിപ്പിക്കും എന്ന് പറഞ്ഞ് ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് സ്വാതന്ത്ര്യം, ബാക്കിയെല്ലാം മാറ്റിവെക്കാവുന്ന കാര്യങ്ങളാണ് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഫലത്തിൽ യാഥാസ്ഥിതിക ഹിന്ദുത്വത്തിൻ്റെ വീക്ഷണഗതികൾ നമ്മുടെ ദേശീയതാ സങ്കല്പവുമായി കെട്ടുപിണയുന്ന ഒരു യുക്തി വാസ്തവത്തിൽ വളരെ പ്രബലമായിട്ടുണ്ട്. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ദേശീയത എന്ന ആശയം രൂപപ്പെട്ട് ശക്തിപ്പെടുന്ന സന്ദർഭം മുതൽ 20-ാം നൂറ്റാണ്ടിലെ സ്വദേശി പ്രസ്ഥാനം, ബംഗാൾ വിഭജനം, ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാല്, ആരെ എടുത്തു നോക്കിയാലും ഏറിയും കുറഞ്ഞും അവരുടെയൊക്കെ വീക്ഷണഗതികളുടെ പിന്നിൽ മതത്തിൻ്റെ ഒരു അടിയൊഴുക്കുണ്ട്. അത് ദേശീയതയുടെ പരിവേഷത്തിലാണ് പലപ്പോഴും വരിക. രാഷ്ട്രം എന്നാണ് സംസാരിക്കുക, ഭാരതീയ പാരമ്പര്യം എന്നാണ് സംസാരിക്കുക. വാസ്തവത്തിൽ ഇത്തരം പദാവലികൾക്കൊക്കെ തന്നെ വലിയ അപകടം ഒരു നിലയ്ക്കുണ്ട്. കാരണം ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്ന സമയത്ത് സംശയരഹിതമായിട്ടും അതിൽ നിരവധി മതങ്ങളുണ്ട്, പല കാലങ്ങളിൽ ഒഴുകിക്കൂടിയ ആശയങ്ങളും സാംസ്കാരിക സ്വാധീനങ്ങളും ഒക്കെയുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ
രൂപപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പാരമ്പര്യമാണ്. അത് പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്നുണ്ടായി വന്നതാണ്. അതിൻ്റെ മുഴുവൻ കഥയൊന്നും പറയാൻ ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് ഏത് ഘടകം എടുത്ത് നോക്കിയാലും ഇപ്പം കേസരി ബാലകൃഷ്ണപിള്ള കേരളത്തിലെ കളമെഴുത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് മനോഹരമായൊരു നിരീക്ഷണം നടത്തുന്നത്, കളമെഴുത്തിൽ തെളിയുന്ന രേഖാചിത്ര സമ്പ്രദായം, അതിൻ്റെ രേഖാസമ്പ്രദായം പ്രാചീന പേർഷ്യൻ ഭൂഭാഗ ചിത്രങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പേർഷ്യൻ ഭൂഭാഗ ചിത്രങ്ങൾ പേർഷ്യൻ സ്വാധീനം വഴി ഉത്തരഭാരതത്തിലേക്ക് വരികയും അത് അജന്തയിലെ ചിത്രകലാ ശൈലിയായി തീരുകയും അത് പിന്നീട് കൈമാറി നമ്മുടെ ഈ മേഖലകളിലൊക്കെയുള്ള ചുമർചിത്രങ്ങളിൽ അതിൻ്റെ സ്വാധീനം വരികയും അത് കളമെഴുത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്തതിനെക്കുറിച്ച് കേസരി വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടുമുറ്റത്ത് വരയ്ക്കുന്ന ഒരു കളത്തിൽ പോലും സാർവദേശീയമായ അനുഭവ മണ്ഡലങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു സുദീർഘമായ ചരിത്രത്തെ തീർത്തും ഒഴിവാക്കിയിട്ട് മതപരമെന്ന് വിളിക്കാവുന്ന യുക്തികൾക്കകത്ത് ഭൂതകാലത്ത് തളയ്ക്കുന്ന രീതി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം വരികയുണ്ടായി. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് പലപ്പോഴും മതാത്മകമായ ഒന്നായി തീരുകയും അത് ഹൈന്ദവമായ പരിവേഷങ്ങളോടെ നിലകൊള്ളുന്ന ഒന്നായി മാറുകയും ചെയ്തു. ഇതിൽ ചെറിയ തോതിലെങ്കിലും ഒരു വഴിത്തിരിവുണ്ടാക്കാൻ കഴിഞ്ഞത് ഗാന്ധിയുടെ ഇടപെടലിനാണ്. 1920 മുതൽ ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൽ എത്തുന്നതോടെ മതം എന്നതിനെ അകമേ പൊളിച്ചു പണിയാനുള്ള ഒരു ശ്രമം, മതത്തെ ഉപേക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ഔപചാരിക മതത്തിനപ്പുറത്തേക്ക് മതത്തെ കൊണ്ടുപോകാനുള്ള വലിയ ചില ശ്രമങ്ങൾ ഗാന്ധിയുടെ കാലത്ത് 20 മുതൽ ഒരു കാൽനൂറ്റാണ്ട് കാലം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ദേശീയതയ്ക്ക് പരിമിതമെങ്കിലുമായ ഒരു മതനിരപേക്ഷ ഉള്ളടക്കം അക്കാലത്ത് കൈവന്നത്. അത് കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, യുവാക്കളുടെയും ഇതര സാമൂഹ്യ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കുകയും അതുവരെ ഇന്ത്യൻ ദേശീയതയുടെ സ്വാതന്ത്ര്യ സങ്കല്പത്തിൻ്റെ ഒക്കെ പിന്നിലെ പ്രധാന ശക്തിയായിരുന്ന ഈ മതാത്മക വീക്ഷണങ്ങളിൽ നിന്ന് മതനിരപേക്ഷമായ ഒരു ജനാധിപത്യ വീക്ഷണത്തിലേക്കുള്ള വഴിത്തിരിവിന് കുറച്ചൊക്കെ വഴി തുറക്കുകയും ചെയ്തു. കുറച്ചൊക്കെ എന്ന് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ ഗാന്ധിയുടെ കാലത്തും സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, ഇടതുപക്ഷക്കാർ, മറ്റു തരത്തിലുള്ള പുരോഗമനവാദികൾ ഇവരൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലേക്ക് വന്ന സമയത്ത് തന്നെയും, ഗാന്ധി അതിൻ്റെ കേന്ദ്രബിംബമായി മാറിയ സമയത്ത് തന്നെയും വാസ്തവത്തിൽ മതത്തിൻ്റെ പിടിമുറുക്കം ദേശീയതയിൽ നിന്ന് ഇല്ലാതായിട്ടൊന്നുമില്ല. അതതിൻ്റെ ഒരു അടിയൊഴുക്കായി മുൻപ് മുൻനിലയിലായിരുന്നെങ്കിൽ അത് പിന്നിലയിൽ തുടരുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് നിർണായകമായ ഒരു പിന്നോട്ടടി ഇന്ത്യയിലെ വർഗീയ പ്രസ്ഥാനം നേരിട്ടത് ഗാന്ധിയുടെ വധത്തിന് ശേഷമാണ്. ഗാന്ധി വധം ഉണ്ടാക്കിയ വലിയ രോഷവും അതുണ്ടാക്കിയ ധാർമ്മികമായ വലിയ ഒരു ആഘാതശേഷിയും വാസ്തവത്തിൽ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ രൂപീകരണത്തിന് ശേഷം നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു എന്ന് ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും. 1925 RSSും അതിന് കുറച്ചു മുമ്പ് ഹിന്ദു മഹാസഭയും ഒക്കെ രൂപപ്പെട്ടതിന് ശേഷം ഏതാണ്ടിപ്പോൾ ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം അതിൻ്റെ സംഘടനാ ജീവിതത്തിനുണ്ട്. ഈ സംഘടനാ ജീവിതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധം അത് നേരിട്ടത് RSS നിരോധിക്കപ്പെടുന്ന സ്ഥിതി തന്നെ ഉണ്ടായത് നമുക്കറിയുന്നത് പോലെ ഗാന്ധി വധത്തെ തുടർന്നാണ്. സർദാർ പട്ടേൽ തന്നെയാണ് ഗാന്ധി വധത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട പ്രേരണാശക്തി. ഗൂഢാലോചന സവർക്കറുടെ നേതൃത്വത്തിലുള്ള ഒരു മതഭ്രാന്ത സംഘമാണ് എന്ന് നെഹ്റുവിന് കത്തെഴുതുന്നത് ഈ പട്ടേൽ തന്നെയാണ്. പട്ടേൽ മാത്രമല്ല, അക്കാലത്ത് ആ കേസ് അന്വേഷിച്ച ബോംബെയിലെ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന നഗർവാല ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യം പല രൂപത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഗാന്ധി വധം ഉണ്ടാക്കിയ ഒരു ധാർമ്മികമായ വലിയ ഒരു സ്വാധീനം ഹൈന്ദവ വർഗീയതയെ കുറച്ചു കാലമെങ്കിലും പുറകോട്ടടിച്ചു എന്നത് ശരിയാണെങ്കിലും 1975 അടിയന്തരാവസ്ഥയോടെ വാസ്തവത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വീണ്ടും സാമൂഹ്യമായ സ്വീകാര്യത കൈവരുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. വാസ്തവത്തിൽ അടിയന്തരാവസ്ഥയുടെ ദീർഘകാല ഫലം എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയിൽ നിന്ന് വലിയ തോതിൽ പിൻവാങ്ങി നിന്ന ഹൈന്ദവ രാഷ്ട്രീയത്തെ, മതവർഗീയ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു ചവിട്ടുപടിയായി അത് മാറി എന്നതാണ്. അക്കാലത്ത് തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിരുന്ന അപൂർവ ആളുകളുണ്ട്. അതിലൊരാൾ NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യർ അക്കാലത്ത് ഇക്കാര്യം പറയുന്നുണ്ട്. RSSന്റെ ഈ അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൻ്റെ മറയിലൂടെ എങ്ങനെയാണ് ഹിന്ദുത്വം ഉണർന്നു വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അക്കാലത്ത് തന്നെ NV സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അതിങ്ങനെ അടിയന്തരാവസ്ഥ അതിൻ്റെ ഇമ്മീഡിയറ്റായ സന്ദർഭത്തിൽ തൊട്ടടുത്ത് അത് നടക്കുന്ന കാലത്ത് ജനാധിപത്യ കശാപ്പും
സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഒക്കെ വേട്ടയുമായിട്ടാണ് മാറിയതെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അടിയന്തരാവസ്ഥ 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവസാനിച്ചു. പക്ഷേ അതിൻ്റെ ദീർഘകാല ഫലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുത്വ വർഗീയതയ്ക്ക് സാമൂഹികമായ സ്വീകാര്യത നൽകുന്ന മട്ടിൽ ഒരു 4 നൂറ്റാണ്ടിലധികം കാലം പിൻവാങ്ങി നിന്ന അതിൻ്റെ സംഘടനാ രൂപങ്ങൾ സാമൂഹികമായ ഒരു വിമോചക പരിവേഷം ആർജിച്ച് സമൂഹത്തിൽ ഇടപെടാൻ തുടങ്ങുകയും തൊട്ടു പിന്നാലെ ബാബറി മസ്ജിദ് തുറന്നു കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുകയും പടിപടിയായി ഹിന്ദുത്വത്തിൻ്റെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിന് അത് കാരണമാവുകയും ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയൊക്കെ ഹിന്ദുത്വ രാഷ്ട്രീയം അടിസ്ഥാനപരമായി ആശ്രയിക്കുന്നത് ഏതെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളെ മുൻനിർത്തിയോ ഏതെങ്കിലും ഭൗതിക പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള സമരങ്ങളെക്കാൾ വിശ്വാസത്തെയും ആചാരങ്ങളെയും അതിനെ മുൻനിർത്തുന്ന ലോകബോധത്തെയും ഒക്കെയാണ് അതിൻ്റെ കേന്ദ്രമാക്കി അത് മാറ്റിയിട്ടുള്ളത്. അങ്ങനെ സംസ്കാരമെന്നോ ആശയലോകമെന്നോ പറയാവുന്ന ഒന്ന് വാസ്തവത്തിൽ ഭൗതിക രാഷ്ട്രീയ പ്രയോഗങ്ങളെക്കാൾ പ്രാബല്യമുള്ള, സ്വാധീന ശക്തിയുള്ള രാഷ്ട്രീയ മേഖലകളായി പരിണമിക്കുന്നത് നമുക്ക് കേരളത്തിൽ, ഇന്ത്യയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ എത്രയെങ്കിലും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതല്ലാതെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടോ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ കാർഷിക വികസനത്തിന് വേണ്ടിയിട്ടോ വ്യവസായമടക്കമുള്ള ഉൽപ്പാദന മേഖലകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു കാര്യപരിപാടി മുന്നോട്ട് വെച്ച് ആ കാര്യപരിപാടിയെ മുൻനിർത്തുന്ന ഒരു സാമൂഹിക പിന്തുണയല്ല നമുക്ക് ഹിന്ദുത്വത്തിൻ്റെ വളർച്ചയിൽ കാണാൻ കഴിയുക. മറിച്ച് മനുഷ്യരുടെ ആശയബോധത്തെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റി മതത്തെ അതിൻ്റെ അടിസ്ഥാനമാക്കുന്ന ഒരു പ്രക്രിയയാണ് ദീർഘകാലമായി ഇവിടെ നടന്നിട്ടുള്ളത്. ആ പ്രക്രിയ ഞാൻ പറഞ്ഞു വന്നത്, ആ പ്രക്രിയക്ക് വാസ്തവത്തിൽ സമീപസ്ഥമായൊരു ചരിത്രമല്ല, വളരെ ദീർഘകാലത്തെ ചരിത്രം ഉണ്ട്. അത് ഇന്ത്യൻ ദേശീയത എന്ന് വിളിക്കുന്ന വ്യവഹാരവുമായി കെട്ടുപിണഞ്ഞാണ് വളർന്നു വന്നിട്ടുള്ളത് എന്നതാണ് നാം കാണേണ്ടത്. ഇത് എത്രത്തോളം നമുക്ക് തിരുത്താൻ കഴിയും? ഇന്ത്യൻ ദേശീയതയുടെ ചരിത്രം വിശദമായിട്ട് പരിശോധിച്ച ആളുകളിൽ ചിലര് എങ്ങനെയാണ് ഇന്ത്യയുടെ പാരമ്പര്യ ബോധം അതിൽ തന്നെ വർഗീയമായി തീർന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയാതെ സംഗ്രഹിച്ചു പറയാം. അമർത്യാസെൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നിൽ എന്താണ് ഇന്ത്യൻ പാരമ്പര്യ സങ്കല്പത്തിൻ്റെ മൗലികമായ തകരാറ് എന്നതിനെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം, നമ്മുടെ ആധുനിക രാഷ്ട്രത്തിലെ പ്രബലമായി വന്ന പാരമ്പര്യ സങ്കല്പം, ഇന്ത്യൻ ട്രഡീഷൻ എന്നൊക്കെ നാം പറയുന്ന, ഭാരതീയ പാരമ്പര്യം എന്നൊക്കെ കനത്തിൽ പറയുന്ന ആ സങ്കല്പം, അമർത്യാസെൻ പറയുക 3 തരത്തിലുള്ള ഒഴിവാക്കലുകളുണ്ട് അതിനകത്തും എന്ന് അദ്ദേഹം പറയും. 3 തരത്തിലുള്ള എക്സ്ക്ലൂഷൻസ്, പുറന്തള്ളലുകളുണ്ട്. ഒന്ന്, ബ്രാഹ്മണേതരമായ മതപാരമ്പര്യങ്ങളെ മുഴുവൻ പുറന്തള്ളി. ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉപനിഷത്തുകളുടെ നാടാണ് ഇന്ത്യ എന്ന് പറയാനോ വേദങ്ങളുടെ നാടാണ് ഇന്ത്യ എന്ന് പറയാനോ തോന്നുന്ന അളവിൽ ബുദ്ധന്റെ നാടാണ് ഇന്ത്യ എന്നോ ബുദ്ധ പാരമ്പര്യമാണ് ഇന്ത്യയുടേതെന്നോ പറയാൻ തോന്നാറില്ല. വാസ്തവത്തിൽ വൈദിക മതം, വേദങ്ങളും ഉപനിഷത്തുകളും ബ്രാഹ്മണങ്ങളും ഒക്കെ ചേരുന്ന അതിൻ്റെ ആശയമണ്ഡലം ഇന്ത്യൻ ജനതയെ സ്വാധീനിച്ചതിൻ്റെ 1000 മടങ്ങ് ബുദ്ധമതം ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുണ്ട്. കീഴ്ത്തട്ട് വരെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ, നമ്മുടെ പള്ളിക്കൂടം എന്ന വാക്കിൽ, നമ്മുടെ ശരണം വിളികളിൽ ഒക്കെ ബുദ്ധൻ ഇങ്ങനെ അലിഞ്ഞു കിടപ്പുണ്ട്. കീഴ്ത്തട്ട് ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണ മതമോ വൈദിക സാഹിത്യമോ ഇന്ത്യൻ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ എത്രയോ മടങ്ങാണ് ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ഇപ്പോഴും അവശേഷിക്കുന്ന തുടർച്ചകൾ. പക്ഷേ അതിനെ ഒന്നും നമ്മുടെ ഭൂതകാല സംസ്കൃതിയുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കാനോ, ഇതര മതങ്ങൾ, വൈദികേതരമായ ഇതര മതങ്ങൾ, അങ്ങനെയാണ് അമർത്യാസെൻ പറയുക. അത് ബുദ്ധമതമാകാം, ജൈനമതമാകാം, പാഴ്സികളുടേതാകാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ യഹൂദർ പോലുമോ. ഇപ്പൊ കേരളത്തിലെ നാടോടി ഗാന പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴി യഹൂദർക്കിടയിൽ വികസിച്ചു വന്ന യഹൂദ സ്ത്രീകൾ പാടിപ്പോന്ന പാട്ടുകളാണ്. യഹൂദ സ്ത്രീകളുടെ പാട്ടുകൾ നമ്മുടെ നാടൻ പാട്ട് പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ട് അതുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളിലേ ഉണ്ടാവില്ല. കേരള സംഗീതം എന്ന് പറഞ്ഞ് നാം സോപാന സംഗീതത്തെ ഏറ്റെടുക്കുന്ന സമയത്ത് മാപ്പിളപ്പാട്ട് പോലെയോ യഹൂദ സ്ത്രീകളുടെ ഗാനപാരമ്പര്യം പോലെയോ ഒക്കെയുള്ള പാട്ടുപാരമ്പര്യങ്ങൾ കേരളീയതയുടെ പരിഗണനാ മണ്ഡലത്തിൽ വരില്ല. അങ്ങനെ
ഫലത്തിൽ നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് വളരെ വളരെ മതാത്മകമായ ഇടുക്കമുള്ള ഒന്നായി മാറും. കേസരി പണ്ട് പറയുന്നുണ്ട്, കേരളീയ ചുമർ ചിത്രകല എന്ന് പറഞ്ഞ് നിങ്ങൾ അമ്പല ചുമർ ചിത്രങ്ങളെ മാത്രം പരിഗണിച്ചാൽ പോരാ, കേരളത്തിൽ ചുമർ ചിത്രകല വളരെ സമ്പന്നമായി വളർന്ന ഒന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിലാണ്. പ്രത്യേകിച്ചും കോട്ടയത്തെയും അങ്കവാലിയിലെയും ഒക്കെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വലിയ തോതിൽ ചുമർചിത്രകലാ പാരമ്പര്യമുണ്ട്. അത് കാണാതെ അമ്പലചിത്രങ്ങളെ മാത്രം ചുമർചിത്രങ്ങളായി പരിഗണിക്കുന്ന തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ സങ്കുചിത വീക്ഷണം അവസാനിപ്പിക്കണം എന്ന് 1930കളിൽ കേസരി എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആ വീക്ഷണഗതിയിലൊന്നും ഇപ്പോഴും യാതൊരു വ്യത്യാസവും ഇല്ല എന്നതാണ് വസ്തുത. ഇങ്ങനെ അമർത്യാസൻ പറഞ്ഞത് എത്രയെങ്കിലും വിശദീകരിക്കാം. ഞാൻ അതിനെ സംഗ്രഹിച്ച് പറയുകയാണ്. വൈദികേതരമായ മതപാരമ്പര്യങ്ങളെ, വൈദികേതരം എന്ന് ഞാൻ പറയുന്നത് ഹൈന്ദവം എന്ന പേരൊക്കെ വളരെ പിൽക്കാലത്ത് 19-ാം നൂറ്റാണ്ടോടെ ഉറച്ചതാണ്. അതിനെല്ലാം മുമ്പ് ഇത് ബ്രാഹ്മണ മതമെന്നോ വൈദിക മതമെന്നോ വിളിക്കാവുന്ന ഒരു മതം മാത്രമാണ്, അല്ലാതെ ഇന്ന് കാണുന്ന ഹിന്ദു മതമൊന്നുമല്ല. ഏതായാലും ആ മതപാരമ്പര്യത്തിന് പുറത്തുള്ള ഇതര പാരമ്പര്യങ്ങളെ ഒന്നുകിൽ മാർജിനലായിട്ട് കാണുക, പാർശ്വസ്ഥാനങ്ങളിൽ കാണുക, അല്ലെങ്കിൽ വൈദേശിക മതങ്ങൾ എന്നെല്ലാമുള്ള നിലയിൽ പരിഗണിക്കുക. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ അധിനിവേശം ആരംഭിക്കുന്നത് പ്ലാസി യുദ്ധത്തോടെയല്ല, അല്ലെങ്കിൽ 47 ഓഗസ്റ്റ് 15 എന്നുള്ള കട്ട് ഓഫ് ഡേറ്റ്, അതായത് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ആരാധനാലയങ്ങളൊക്കെ 47 ഓഗസ്റ്റ് 15 എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടണമെന്ന് പാർലമെന്റ് 91-ൽ ബാബറി ഇഷ്യൂ നടക്കുന്ന സമയത്തൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമം നിൽക്കെ തന്നെയാണ് ഗ്യാൻവാബി പള്ളി കുഴിച്ചു നോക്കാനായിട്ട് സുപ്രീം കോടതി അടക്കം സമ്മതിച്ചത്. അത് വേറെ കാര്യം. നിയമത്തിനെതിരായിട്ട് തന്നെയുള്ള വിധിയാണ് വാസ്തവത്തിൽ ഗ്യാൻവാബി പള്ളിയുടെ കാര്യത്തിലൊക്കെ വന്നത്. ഈ 47 ഓഗസ്റ്റ് 15 47 ഓഗസ്റ്റ് 15 ആയിട്ടല്ല, മറിച്ച് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കപ്പെട്ട 12-ാം നൂറ്റാണ്ട് മുതൽ അധിനിവേശത്തിന്റെ കാലമായി കാണണം എന്ന നിലയിലുള്ളൊരു കേസും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വിപുലമായ നമ്മുടെ സാംസ്കാരിക ഭൂതകാലത്തിലെ കൊടുക്കൽ വാങ്ങലുകളെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് മിക്കവാറും ബ്രാഹ്മണ മതത്തെ ഏകപക്ഷീയമായ ഒരു ഭൂതകാല പാരമ്പര്യമായി കാണുന്ന ഒരു ഒഴിച്ചു നിർത്തൽ മറ്റെല്ലാത്തിൻ്റെയും. രണ്ടാമത്തെ കാര്യമായിട്ട് അമർത്യാസൻ പറയുന്നത് നമ്മുടെ നാടോടി പാരമ്പര്യങ്ങൾ, നാട്ടുജീവിത പാരമ്പര്യങ്ങൾ, ആദിവാസി സമൂഹങ്ങൾ, തദ്ദേശീയ കൂട്ടായ്മകൾ, ഇവരൊക്കെ വികസിപ്പിച്ചെടുത്ത വൈഭവങ്ങളും ആവിഷ്കാര ശൈലികളും ഒന്നും ദേശീയമായി പരിഗണിക്കപ്പെട്ടില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അജന്ത ചിത്രകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ചിത്രകലയാണ് എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ വർളിയെക്കുറിച്ച് പറയുമ്പോൾ അത് ആദിവാസി കലയാണ് എന്ന് പറയും. മധുബനി ആദിവാസിയായി മാറും, കാളിഘട്ട ആദിവാസിയായി മാറും, അതേസമയം അജന്ത ദേശീയമായി തീരും. ഇങ്ങനെ തദ്ദേശീയ സമൂഹങ്ങളുടെ വലിയ പാരമ്പര്യങ്ങളെ മുഴുവൻ പാർശ്വസ്ഥങ്ങളാക്കി മാറ്റി, അതിനെ മാർജിനലാക്കി മാറ്റി, അതൊന്നും ദേശീയമല്ല, ലോക്കൽ ട്രഡീഷൻസ് ആണ് എന്ന നിലയിൽ ചുരുക്കി കൊണ്ടുവന്ന് ഒരൊറ്റ ഏകമാനമായ ഒറ്റ പ്രകൃതത്തിലേക്ക് ഭൂതകാലത്തെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ പാരമ്പര്യ നിർമ്മാണത്തിലെ രണ്ടാമത്തെ ഒരു ഒഴിച്ചു നിർത്തലാണ് എന്ന് അമർത്യാസൻ പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, വിജ്ഞാനങ്ങളുടെയും വൈഭവത്തിൻ്റെയും മേഖലയിലുണ്ടായ ഭൗതികമായ കുതിച്ചുചാട്ടങ്ങൾ, നമ്മുടെ രസതന്ത്രം, നമ്മുടെ ഗണിതം അടക്കം, നമ്മുടെ കാമശാസ്ത്രം, നമ്മുടെ അർത്ഥശാസ്ത്രം അടക്കമുള്ള ഭൗതിക വിജ്ഞാനത്തിൻ്റെ, ഭൗതികവാദമല്ല, ലോകായുധവും ചാർവാകവും ഒക്കെ പോലുള്ള ഭൗതികവാദ രീതിയല്ല, ഭൗതിക വിജ്ഞാനത്തിൻ്റെ എത്രയോ മേഖലകളിൽ വലിയ തോതിലുള്ള ഭൗതിക വിജ്ഞാനം ഇന്ത്യ രൂപപ്പെടുത്തിയെടുത്തിരുന്നു. അതിനെയൊന്നും ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ പ്രബലമായ അടിസ്ഥാനങ്ങളായി കാണാതെ വേദോപനിഷത്തുകളെയും ബ്രാഹ്മണ്യത്തിൻ്റെ കർമ്മശാസ്ത്രത്തെയും ഒക്കെ ദേശീയ പാരമ്പര്യമാക്കുകയും ഇതൊക്കെ അതാതെടുത്ത്, ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള വാസ്തുകല, നമ്മുടെ മനുഷ്യാലയ യന്ത്രിക പോലുള്ള കെട്ടിട നിർമ്മാണത്തിൻ്റെ സമ്പ്രദായങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യപരിപാലനത്തെ സംബന്ധിച്ചുണ്ടായ, ഗജശാസ്ത്രത്തെ സംബന്ധിച്ചുണ്ടായ, വൃക്ഷായുർവേദത്തെക്കുറിച്ചുണ്ടായ ഇത്തരത്തിലുള്ള ഭൗതിക വിജ്ഞാനത്തിൻ്റെ അതിബൃഹത്തായ പാരമ്പര്യം, ലോകത്ത് ആദ്യമായി ലൈംഗിക വിജ്ഞാനം ഒരു വിജ്ഞാന മേഖലയായി മാറുന്നത് ഇന്ത്യയിലാണ്. അത് ഏതാണ്ട് ക്രിസ്തു പുതുവർഷം ഒരു 2-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെ 700-800 കൊല്ലക്കാലം ഇന്ത്യയിൽ സെക്സോളജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന മേഖലയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരു വലിയ ഡിസ്കോഴ്സ് ഉണ്ട്. ആ ഡിസ്കോഴ്സിലെ മേജർ ടെക്സ്റ്റാണ് കാമസൂത്രം. അത് ഒറ്റക്കൊരു പുസ്തകമല്ല, വലിയ പരമ്പര ആ പുസ്തകങ്ങൾക്ക് മുന്നിലും പിന്നിലും ഉണ്ട്. പിന്നീട് ഒരു ലൈംഗിക ശാസ്ത്ര ഗ്രന്ഥം നമ്മൾ കാണുന്ന അറേബ്യയിലാണ്. അത് 13-ാം നൂറ്റാണ്ടൊക്കെ ആയി. പെർഫ്യൂംഡ് ഗാർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആ ഗ്രന്ഥം, സുഗന്ധോദ്യാനം. അപ്പം ഇങ്ങനെ അർത്ഥശാസ്ത്രം പോലൊരു കൃതി, വലിയ പോളിറ്റിയെ കുറിച്ചുള്ള, രാഷ്ട്രമീമാംസയെക്കുറിച്ചുള്ള വലിയ ഗ്രന്ഥമായിരുന്നു അത്. ഇങ്ങനെ ഭൗതിക വിജ്ഞാനത്തിൻ്റെ മേഖലകളിൽ ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത അറിവുകളെയും അതിൻ്റെ ആവിഷ്കാരങ്ങളെയും ദേശീയ പാരമ്പര്യം എന്ന നിലയിൽ പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പകരം
ഉപനിഷത്തുകള്, വേദങ്ങള്, വേദേതിഹാസങ്ങള്, സാഹിത്യകൃതികള്. കാളിദാസൻ പ്രധാനിയായി തീരുകയും കൗടല്യൻ എന്ന് പറയുന്നത് ആ പ്രാധാന്യം ഇല്ലാത്ത ഒരാളായി തീരുകയും, അല്ലെങ്കിൽ വേദം പ്രധാനമായി തീരുകയും കാമശാസ്ത്ര അപ്രസക്തായി തീരുകയും ചെയ്യുന്നു എന്ന സ്ഥിതി വന്നു. ഫലത്തിൽ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദികേതരമായ എല്ലാ തരത്തിലുള്ള ആവിഷ്കാരങ്ങളെയും അറിവുകളെയും ജീവിതക്രമങ്ങളെയും ദേശീയമെന്ന സങ്കല്പത്തിൽ നിന്ന് പതിയെ പതിയെ ഒഴിച്ചു നിർത്തുന്ന ഒരു വളരെ ഇടുങ്ങിയ ഒരു യുക്തി നമ്മുടെ പാരമ്പര്യ ഭാവനയിലും ദേശീയതാ ഭാവനയിലും കയറിക്കൂടുന്നതിന് ഇത് കാരണമായി. ഈ ദേശീയ ഭാവനയാണ് വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ ആശയസ്രോതസ്സുകളിൽ പ്രധാനമായി തീർന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലയിൽ സംസാരിക്കാൻ ഹൈന്ദവ വർഗീയതയ്ക്ക് കഴിയുന്നത് സാംസ്കാരിക ഭൂതകാലത്തിൻ്റെ വൈവിധ്യങ്ങളെ, സാംസ്കാരിക ഭൂതകാലത്തിൻ്റെ ബഹുത്വത്തെ, അതിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ സ്വാഭാവികമായി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഭൂതകാല ധാരണയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേസരി ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ കളമെഴുത്തിൽ പേർഷ്യൻ രചനാ സമ്പ്രദായത്തിൻ്റെ സ്വാധീനമുണ്ട് എന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ കളമെഴുത്തിനെ കൊണ്ടുപോയി നിങ്ങൾക്ക് മതത്തിൻ്റെ അകത്ത് കെട്ടാൻ പറ്റില്ല. ഓരോന്നിനെയും അങ്ങനെ എത്രയോ തരത്തിലുള്ള ഉദാഹരണങ്ങൾ സാധ്യമാണ്. വാസ്തവത്തിൽ നമ്മുടെ ഓണത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന ഓണപ്പടവ് എന്ന് പറയുന്നത് മധ്യേഷ്യയിൽ ഒരു ഘട്ടത്തിൽ വികസിച്ചു വന്ന ശവകുടീര സ്മാരകങ്ങളുടെ ഒരു മിനിയേച്ചറാണ്, സിഗറാത്തുകളുടെ മിനിയേച്ചറാണ് എന്ന് NV കൃഷ്ണവാര്യർ എഴുതുന്നുണ്ട്. അത് യൂഫട്ടീസിലോ ടൈഗ്രീസിൻ്റെ തീരങ്ങളിൽ സുമേറിയൻ നാഗരികതയിൽ വികസിച്ചു വന്ന ഒരു തരത്തിലുള്ള നിർമ്മാണ രീതിയുടെ മരണാനന്തര സ്മാരകങ്ങളുടെ ഒരു ലഘുരൂപമാണ് നമ്മുടെ തിരുവോണനാളിലെ ഓണപ്പടവുകൾ എന്ന് അദ്ദേഹം വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അറിവുകളെ നമ്മുടെ പൊതുബോധത്തിലേക്ക് ഒരിക്കലും നമുക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞില്ല. പകരം ഇതിനെയെല്ലാം ഇടുക്കത്തിൽ കാണുന്ന, ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ള പങ്കുവയ്പ്പുകളെ മറച്ചു വെക്കുന്ന, ഇതിനെയെല്ലാം തീർത്തും തദ്ദേശീയവും താന്താങ്ങളുടേതു മാത്രവുമായി കാണുന്ന സംസ്കാര സങ്കല്പത്തിൻ്റെ ഇടുക്കം ഇന്ത്യൻ ഭൂതകാലത്തെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയതയും ആധുനികതയുടെ വളർച്ചയും അത്തരത്തിലൊരു ഇടുങ്ങിയ ഭൂതകാലത്തെയാണ് ഉറപ്പിച്ചെടുത്തത്. ഈ ഇടുക്കമാണ് ഇതിനോട് ഏറ്റുമുട്ടാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരാളായിരുന്നു നെഹ്റു. നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ മൗലികമായ പ്രാധാന്യം, അക്കാലത്ത് എഴുതപ്പെട്ട നമ്മുടെ ദേശീയവാദപരമായ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ ഭൂതകാലത്തെ പൊതുവെ ഹിന്ദുത്വത്തിൻ്റെ യുക്തിയിലേക്ക് കൂട്ടിയിണക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഒരു മതനിരപേക്ഷമായ പെർസ്പെക്റ്റീവ് ഉറപ്പിക്കാനുള്ള വലിയൊരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ കൂടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥം വന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഇതിനെ തിരുത്താൻ നമുക്ക് കാര്യമായി കഴിഞ്ഞില്ല എന്നൊരു വസ്തുതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാഭാവിക അവകാശം ഹിന്ദുത്വത്തിനാണ് എന്ന ഒരു തോന്നൽ ഹിന്ദുത്വവാദികളല്ലാത്തവർക്കും വേണ്ടത്രയുണ്ട്. ഇപ്പം ഞങ്ങളുടെ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന KN പണിക്കർ മാഷ് സംഭാഷണ മധ്യേ പറയുമായിരുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുക, വർഗീയതയെ നിങ്ങൾക്ക് ജാഥ നടത്തി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയും. അദ്ദേഹം അതിന് നൽകുന്ന വിശദീകരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജാഥയിലും വേണ്ടത്ര വർഗീയവാദികൾ ഉണ്ടാവും എന്നാണ്. അത് വർഗീയവാദികളായ ആളുകൾ, പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ വർഗീയ നിലപാടെടുക്കുന്ന ആളുകൾ ജാഥയിൽ വരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് വർഗീയതയുടെ ആശയപരമായി അടിസ്ഥാന ചട്ടക്കൂടിനെ കൈയൊഴിയാതെ നിങ്ങൾക്ക് സെക്യുലറായിട്ട് പുറമേ നിൽക്കാൻ പറ്റും എന്നതാണ് ഇന്ത്യയുടെ പ്രശ്നം. നിങ്ങൾ സെക്യുലർ ആണെന്ന് കരുതുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഭൂതകാല ധാരണ, പാരമ്പര്യബോധം, സംസ്കാര സങ്കല്പം, ചരിത്രധാരണ, അതിൽ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ യുക്തി അടങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് പ്രശ്നം. അല്ലാതെ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ യുക്തി ഹിന്ദുത്വം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വാസ്തവത്തിൽ അതിൻ്റെ ഔട്ടർ മാനിഫെസ്റ്റേഷനാണ്. അതിൻ്റെ വേര് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യൻ ഭൂതകാലവും ഇന്ത്യൻ സംസ്കാരവുമാണ്. ഈ ഭൂതകാലത്തെ അഴിക്കാൻ പറ്റുമോ എന്നതാണ് വലിയ ഒരു ചോദ്യം. വാസ്തവത്തിൽ ഗാന്ധി അവർ വെടിവെച്ചു വന്നതിൻ്റെ കാരണം ഈ ഭൂതകാലത്ത് അഴിക്കാനുള്ള ശ്രമമായിരുന്നു ഗാന്ധിയുടേതെന്നുള്ളതാണ്. ഗാന്ധിയോട് ഇപ്പം നെഹ്റുവിനെ വെടിവെച്ച് കൊന്നില്ലല്ലോ, കൊന്നത് ഗാന്ധിയാണ്. കാരണം നെഹ്റു പുറത്ത് നിന്നിട്ട് സെക്യുലർ എന്ന് പറയുക ചെയ്യുന്നത്, ഗാന്ധി മതത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നടത്തിയ ഒരു യുദ്ധമാണ്. അദ്ദേഹം രാമനെ അഴിക്കുന്നുണ്ട്, അദ്ദേഹം ഹിന്ദുമതത്തെ അഴിക്കുന്നുണ്ട്. അപ്പോൾ ഗോഡ്സെ ഷിംല കോടതിയിൽ നടത്തിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കൊന്നത് ഗാന്ധിയെ. വ്യക്തിപരമായ ഒരു വിദ്വേഷവും ഇല്ല അദ്ദേഹത്തോട്. കാരണങ്ങളിൽ ഒന്നാമത്തേത് സത്യം, അഹിംസ തുടങ്ങിയ ആശയങ്ങളെ കുത്തിക്കടത്തി ഹിന്ദുമതത്തെ തകർക്കാൻ ശ്രമിച്ചു എന്നാണ്. കാരണം ഇതൊന്നും ഹിന്ദുമതത്തിൻ്റെ സ്വാഭാവിക ആശയങ്ങളായിട്ട് മതത്തിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇന്ത്യയുടെ ഭൂതകാലം അഹിംസയുടെ ഭൂതകാലമൊന്നുമല്ല, അതെല്ലാം നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന കഥയാണ്. കൊടിയ യുദ്ധങ്ങളും കൂട്ടക്കൊലകളും ഒക്കെ വേണ്ടത്രയുണ്ട്. അശോകൻ അടക്കം അത് നടത്തിയിട്ടുമുണ്ട്.
പക്ഷേ അതിൻ്റെ മുകളിലേക്ക് സത്യം, അഹിംസ, ധാർമ്മികത തുടങ്ങിയ മൂല്യങ്ങളെ കൊണ്ടുവരികയും അതിനെ മതത്തിൻ്റെ കേന്ദ്രമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു നിലയ്ക്ക് ഇന്ത്യൻ ഭൂതകാലത്തിൻ്റെ സാംസ്കാരിക ഘടനയെ അടിയോടെ പൊളിച്ചു പണിയാനുള്ള ഒരു വമ്പൻ ശ്രമമായിരുന്നു ഗാന്ധി നടത്തിയത്. ആ ശ്രമം വാസ്തവത്തിൽ അക്രമോത്സുക ഹിന്ദുത്വത്തെ അടിയോടെ ഇല്ലാതാക്കും എന്ന തിരിച്ചറിവ് കൂടി വാസ്തവത്തിൽ ഗോഡ്സെക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഗോഡ്സെ തൻ്റെ കൊലയെക്കുറിച്ച് പറയുമ്പോൾ ഹിന്ദു മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് ഗാന്ധിക്കെതിരെ ഒരു കുറ്റാരോപണം നടത്തുന്നത്. അദ്ദേഹം ഹിന്ദുസ്ഥാനിക്ക് വേണ്ടി നടത്തിയ ശ്രമത്തിലും ഒക്കെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഗാന്ധി ഒറ്റയ്ക്ക് ചെയ്തു എന്നല്ല കേട്ടോ, പലരും പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി. പക്ഷെ അടിസ്ഥാനപരമായി ആ പ്രശ്നം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്ത്യൻ ഭൂതകാലം എന്ന് പറയുന്നത് മതാത്മകമായ ഒരു സാംസ്കാരിക ഭൂതകാലമാണ്. അതുകൊണ്ടാണ് ഹിന്ദുത്വ ദേശീയത എന്നൊന്നും പറയാതെ വർഗീയവാദികൾക്ക് സാംസ്കാരിക ദേശീയത എന്ന് പറയാൻ പറ്റുന്നത്. ആ വാക്ക് വെറുതെ വരുന്നതല്ല. സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തങ്ങളുടേതായി തീരുമെന്നത് ഹൈന്ദവർഗീയവാദികൾ സമർത്ഥമായി ഉണ്ടാക്കിയെടുത്ത ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവാണ്. കാരണം ഇന്ത്യൻ ഭൂതകാലം, അതിൻ്റെ സാംസ്കാരിക ലോകം എന്ന് പറയുന്നത് മതാത്മകമാണ് എന്ന ധാരണയ്ക്ക് ആഴത്തിൽ വേരുണ്ട്. ആ വേര് വാസ്തവത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ അതിൻ്റെ ആധുനിക ഘട്ടത്തിൽ കഴിഞ്ഞൊരു 150 കൊല്ലത്തിനിടയ്ക്ക് നിർണായകമായ വെല്ലുവിളിക്കപ്പെട്ട സന്ദർഭങ്ങൾ കുറവാണ്. ആ കുറവിലാണ് വാസ്തവത്തിൽ നമ്മുടെ വർഗീയ രാഷ്ട്രീയം വേരാഴ്ത്തി നിൽക്കുന്നത്. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായ നമ്മുടെ സമരത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തെയും ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ഒക്കെ സംരക്ഷിക്കുന്നതിനായുള്ള സമരത്തിലെ ഏറ്റവും നിർണായകമായ സ്ഥാനങ്ങളിലൊന്ന് നമ്മുടെ ഭൂതകാലത്തിൻ്റെ മതനിരപേക്ഷവൽക്കരണമാണ്. സംസ്കാരത്തിൻ്റെ മേഖലയിൽ നടക്കുന്ന വലിയ അഴിച്ചുപണികളാണ്. അതുകൊണ്ട് തന്നെ സംസ്കാരം എന്നത് ഒരു സെമിനാർ വിഷയം എന്നതിനേക്കാൾ ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സമരമേഖലകളിൽ ഒന്നായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് അർഹിക്കുന്ന ഗൗരവത്തോടെ ആ സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ഈ സമരങ്ങളെയൊക്കെ ഒരു അനുബന്ധ പരിപാടിയുടെ തലത്തിനപ്പുറത്തേക്ക് ഒരു കേന്ദ്ര രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കർഷക സമരം നടത്തിയിട്ടല്ല, ഒരു കൂലിക്കൂടുതലിന് വേണ്ടിയിട്ടുള്ള സമരം നടത്തിയിട്ടില്ല, വ്യാവസായിക വികസനം ഉണ്ടാക്കിയിട്ടല്ല, കാർഷിക വളർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടല്ല, അങ്ങനെ എന്തെങ്കിലും ഭൗതിക മാറ്റങ്ങളുടെ ബലത്തിലല്ല ഹിന്ദുത്വം നിൽക്കുന്നത്. അത് ആശയങ്ങളെ മുൻനിർത്തുന്ന രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ മണ്ഡലത്തിലാണ്. ഈ മണ്ഡലത്തെ ആ നിലയിൽ തന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഒരുപക്ഷെ മറ്റേതൊരു കാലത്തെക്കാളും കൂടുതൽ ഇന്ന് ആവശ്യമുണ്ട്. ആ ശ്രമങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഏറ്റെടുക്കാൻ ഇത്തരം ആലോചനകൾ നമുക്ക് പ്രചോദനമാകണം എന്നൊരാശയം മാത്രമാണ് നിങ്ങളോട് ഞാനിപ്പോൾ പങ്കുവെക്കാൻ മുതിരുന്നത്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദം.